വെൽക്കം ബാക്ക് എവറി വൺ ടു ക്വസ്റ്റ് ഓഫ് എൻ അപ്പർച്ചർ. എൻ്റെ പേര് പ്രീതി. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എവിടെയാണെന്നറിയോ? ക്രീക്ക് പാർക്കിലാണ്. ഇത് വെറും ഒരു പാർക്കല്ല, ദുബൈയുടെ സെക്കൻഡ് ലാർജസ്റ്റ് പാർക്ക് കേട്ടോ. 1994 കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഈ പാർക്ക് കുറച്ച് പഴമയുള്ളത് കൂടിയാണ്. നിങ്ങൾ മെട്രോയിൽ നിന്ന് വരുന്നെങ്കിൽ ദുബൈ ഹെൽത്ത് കെയർ സിറ്റി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ ബസ് പിടിക്കണം. ദ ബസ് നമ്പർ C07. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. You can also swipe your Noll card while entering the Creek Park. The entry fee is 5 dirhams. These signboards have been installed at each and every corner of the park for your assistance. The signboard does shows cable car, however it has been discontinued. For your information, this service has been discontinued in the Creek Park. We have already confirmed this with the security guard. It's an awesome park for children. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ പാർക്കിലുണ്ട്. ഒരു ഡോൾഫിൻ ഏരിയം ഉണ്ട്, ആംഫി തിയേറ്റർ ഉണ്ട്, അതുപോലെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, കുറേ സ്വിങ്സ് ഉണ്ട്, കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. There are 5 entrances to this Creek Park, out of which 3 are main entrances. നമുക്ക് മെയിൻ റോഡിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള 2 എൻട്രൻസ്, ഒന്ന് അൽ ഗർഹൂദും ഒന്ന് അൽ മക്തൂം ബ്രിഡ്ജിൻ്റെ സൈഡിലുമാണ്. ക്രീക്ക് പാർക്കിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെറൈറ്റി ഓഫ് ഫ്ലോറ. നമ്മൾ ആലോചിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ കാണാത്ത ഷേപ്സിലുള്ള ട്രീസാണ് ഈ പാർക്ക് മൊത്തം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ ട്രീസൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല ബിക്കോസ് ഇറ്റ്സ് എ വെരി ലാർജ് ഏരിയ. ഹൗഎവർ ഐ ഹാവ് ട്രൈഡ് ടു ഇൻക്ലൂഡ് വാട്ട് എവർ വെറൈറ്റി ഐ സോ ഹിയർ ആൻഡ് ഇറ്റ്സ് റിയലി അമ്യൂസിങ്. അപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല, ഈവൻ അഡൾട്ട്സ് ഹു ലവ് പ്ലാന്റ്സ്, നേച്ചർ, അവർക്കും ഈ പാർക്കിൽ ഒരുപാട് കാണാനുണ്ട്, എൻജോയ് ചെയ്യാനും പറ്റും. Also, it was very interesting to note that each and every tree was tagged with their names along with a barcode. നമുക്ക് ആ ബാർകോഡ് നമ്മുടെ ഫോണിലെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്താൽ ആ ട്രീയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഫോണിൽ കിട്ടും. സോ ദാറ്റ് വാസ് വെരി സ്മാർട്ട് ആൻഡ് വെരി മോഡേൺ. വേറെ ഒരു പാർക്കിലും കാണാത്ത ഒരു ഫീച്ചറായിരുന്നു ഇത്. This park, Creek Park, is situated alongside the Saltwater Creek. കണ്ടോ? This is Saltwater Creek and it also has Do cruise services. എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, അതാണ് Do cruise services, which is also known as boat service in lame language. ലഷ് ഗ്രീൻ കാർപ്പറ്റ്സ്, ഫ്ലോർസ് ആൻഡ് വാൾസ് ഓഫ് ഗ്രാസസ് ആൻഡ് ബുഷസ് ആണ് ക്രീക്ക് പാർക്ക് മൊത്തം. എവിടെ നോക്കിയാലും ഗ്രീനറിയാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ റിഫ്രഷ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ, എന്തെങ്കിലും ചെറിയ സ്നാക്സ്, വാട്ടർ, കോക്ക്, ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ ദർ ആർ മെനി സ്റ്റോൾസ് ഓവർ ഹിയർ. പിന്നെ അത് കുറേ റീസണബിൾ കൂടിയാണ്, ചാർജസ് ഒക്കെ റീസണബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിച്ച് കഴിക്കാവുന്നതാണ്.
പോരാത്തതിന് ഇവിടെ കുറേ ഗ്യാദറിങ്സ് ഒക്കെ നമുക്ക് കൂടാൻ പറ്റും. വീട്ടിൽ നിന്ന് നമുക്ക് മാത്സ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൻ്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ വെറുതെ ഒരു പിക്നിക് പോലെയൊക്കെ വരാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. സമ്മേഴ്സ് ആണെങ്കിൽ കൂടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ മേ ബി ബിക്കോസ് ഇറ്റ് ഹാസ് സോ മെനി ട്രീസ് അറൗണ്ട്, ഇവിടെ ഭയങ്കര കൂളാണ്. അപ്പം നമുക്കിവിടെ ഇരിക്കാം. ഈവൻ ആഫ്റ്റർനൂൺസിൽ ഇരുന്നാൽ കൂടെ കൂൾ ബ്രീസാണ് ക്രീക്ക് സൈഡിൽ നിന്ന് വരുന്നത്. പിന്നെ ട്രീസിൻ്റെ ഷെയ്ഡ് കൊണ്ട് ഭയങ്കര കൂളാണ്, ഭയങ്കര കാമാണ്. These are the alternate options through which you can travel the entire park. ഇങ്ങനെ ട്രെയിൻസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂട്ടർ റെൻറ്റിലെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി ദൂരെ പോകാം. ബിക്കോസ് ഇറ്റ്സ് വെരി ഹാർഡ് ടു വാക്ക് ദി എൻറ്റയർ പാർക്ക്. ഇറ്റ്സ് ഹ്യൂജ്. ക്ലിയർ സാൻഡ്സും പിന്നെ സ്റ്റിൽ വാട്ടർ, കാം വാട്ടർ ഉള്ള ഈ സ്ഥലത്ത് ആണ് ഞങ്ങൾ വന്നേക്കുന്നത്. പാർക്കിൻ്റെ ജസ്റ്റ് തൊട്ടരികത്താണ് ഈ വാട്ടർ ബോഡി. പിന്നെ അവിടെ കാണുന്നതാണ് ക്രീക്ക് ഹാർബർ. They also have these rows of benches which is water facing, which is along the creek side of the park. വാട്ടർ ബോഡിയുടെ ഒരു പ്രൊജക്ഷൻ്റെ മേലിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ നിന്നിട്ട് വ്യൂ സൂപ്പർ കേട്ടോ. Despite being visited by multiple families and people, this park is exceptionally clean. കണ്ടില്ലേ, ഈ പാസേജ് ഒക്കെ കണ്ടില്ലേ, എന്ത് ക്ലീൻ അല്ലേ. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദ ദുബായ് മുനിസിപ്പാലിറ്റി ആൻഡ് ദ പീപ്പിൾ ഹു ആർ ആക്ച്വലി വർക്കിംഗ് ടുവേർഡ്സ് ദ ക്ലീനിങ് ഓഫ് ദിസ് പാർക്ക്. ദേ ആർ റിയലി ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. And well, yes, did I forget to mention they have these barbecue stations wherein you can come and barbecue and have an incredible time. And yes, it is allowed. ദുബായ് ഷാർജ ബോർഡർ അൽനാദ എന്നുള്ള പ്ലേസിൽ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, വഞ്ചിപ്പുര. നിങ്ങളെല്ലാവരും അവിടെ പോയിട്ട് ഫുഡ് ആസ്വദിക്കേണ്ടതാണ്. ഇതൊരു മാർക്കറ്റിംഗ് സ്റ്റണ്ട് അല്ല, ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ശരിക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വഞ്ചി രൂപത്തിലാണ് ഈ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുന്നത്.
തന്നെ വളർത്തുന്ന മീനുകളുണ്ട്. അപ്പം മീൻ അല്ലെങ്കിൽ ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പുതുമയുള്ള കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമുക്കിവിടെ വല വെച്ച് മീൻ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മീൻ തന്നെ നമുക്കിഷ്ടമുള്ള മീൻ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മീൻ നമുക്ക് ഫ്രൈ ആയിട്ടോ കറി ആയിട്ടോ അവർ വെച്ച് തരുന്നതാണ്. ആലപ്പി ബോട്ട് ഇൻസ്പയർഡ് റെസ്റ്റോറൻ്റാണിത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ അകത്ത് പോകുമ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഡിസ്പ്ലേ ഒക്കെ നമ്മൾ ബോട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ ആസ് വെൽ. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ടേക്ക് കെയർ എവ്രിവൺ. ഗുഡ് ബൈ.